യൂട്യൂബില് തന്റെ ഭാര്യമാരെ പ്രദർശിപ്പിച്ചിട്ട് തന്റെ ബെഡ്റൂമിലെ സീനുകൾ വരെ കണ്ണിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ജീവിക്കുന്ന എത്രയോ എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇൻസ്റ്റഗ്രാം ഒരു ജീവിതമല്ല കേട്ടോ, ഫേസ്ബുക്ക് ഒരു ജീവിതമല്ല കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാം പ്രദർശിപ്പിക്കാനുള്ള ഇടങ്ങളായി സൈബർ ഇടങ്ങൾ മാറുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് സൈബർ ഇടത്തിലെ വലിയ കണ്ണികളായിട്ട് മാറുമ്പോ അതിലെ ചതികൾ നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ, അതിലെ അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാര്, നിങ്ങളുടെ ഫോട്ടോകൾ ഇൻസ്റ്റഗ്രാമില് സൈബർ ഇടങ്ങളിൽ നിങ്ങൾ പ്രദർശിപ്പിക്കുമ്പോ നിങ്ങളുടെ മുഖങ്ങൾ മോർഫ് ചെയ്തുകൊണ്ട് മറ്റ് സൈബർ ഇടങ്ങളിൽ വലിയ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അവരവിടെ കച്ചവടം ചെയ്യുകയാണെന്ന് മറന്നു പോകണ്ട. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിനകത്തൊരു ഡാർക്ക് ഏജ് എന്ന് പറയുന്ന വലിയൊരു സൈബർ ഇടമുണ്ടല്ലോ, അതിലേക്ക് ഈ സൈബർ ഇടങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കടന്നുപോയാ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഈ സൈബർ ഇടങ്ങളിലുള്ള ചതികളെ കുറിച്ചറിയില്ല. നമ്മുടെ ഈ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും ഈ സൈബർ ഇടങ്ങളിൽ വല്ലാത്ത അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന അവസ്ഥ പല ഉപ്പമാർക്കും അറിയില്ലല്ലോ. എല്ലാരും ചോദിക്കുന്നത് വാട്സപ്പിലുണ്ടോ എന്നാണ്. എന്നാൽ ഈ മക്കൾ വാട്സപ്പും കടന്ന് ഇൻസ്റ്റഗ്രാമും കടന്ന് ത്രെഡും കഴിഞ്ഞ് സ്നാപ്ചാറ്റും കഴിഞ്ഞ് മറ്റ് സൈബർ ഇടങ്ങളിലേക്ക് ചേക്കേറുകയാണല്ലോ. അവിടെ എന്ത് വേണമെങ്കിലും പ്രദർശിപ്പിക്കാമല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഓർത്തോ പെങ്ങളെ, ഓർത്തോ ചെറുപ്പക്കാരാ, നിങ്ങൾ ഇടുന്ന നിങ്ങളുടെ ഫോട്ടോസുകള്, ആ ഫോട്ടോസുകളെല്ലാം മറ്റൊരു സൈബർ ഇടത്തില് അത് കച്ചവടത്തിന് വേണ്ടിയിട്ട് മോർഫ് ചെയ്തിട്ട് വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് കൊടപിടിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് വേറെ വീഡിയോകളൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് മറ്റ് സൈബർ ഇടങ്ങളിലേക്ക് പ്രദർശിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.